നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കാട്ടുപന്നിയെ വെടിവെക്കാൻ ലൈസൻസുള്ള 2 ഷൂട്ടർമാരെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഇനി കൂടുതൽ പേരെ നിയോഗിക്കാനുള്ള ആലോചനയുണ്ടെന്നും മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശ്രീജിത്ത് പറഞ്ഞു. മലമ്പുഴ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി മലമ്പുഴ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗശല്യം നേരിടുന്ന മലമ്പുഴ പഞ്ചായത്തിലെ കർഷകരെ ചേർത്തു പിടിക്കുമെന്നും ഫെൻസിംഗ് പദ്ധതി, ഈർപ്പ പരിശോധന മെഷീൻ നൽകുക തുടങ്ങി കർഷകർക്കുള്ള ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് പ്രസിഡന്റ് എൻ ശ്രീജിത്ത് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസന്ന ബിജേഷ് അധ്യക്ഷയായി. കൃഷി ഓഫീസർ കെ നിമ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ദീപ്തി, മലമ്പുഴ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാധിക മാധവൻ, മലമ്പുഴ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എസ് കൃഷ്ണമൂർത്തി, അഞ്ജു ജയൻ, എം ഷിജുമോൻ, കെ അജീഷ് കുമാർ, ജി ലീലാവതി, എം സി സജീവൻ, എ ഷിജു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി എ മുംതാസ് എന്നിവർ പ്രസംഗിച്ചു. മികച്ച മുതിർന്ന കർഷകൻ, മികച്ച കർഷക തൊഴിലാളി, മികച്ച ജൈവ കർഷക, മികച്ച വിദ്യാർത്ഥി കർഷക, മികച്ച ക്ഷീര കർഷക, മികച്ച വായ്പാ തിരിച്ചടവ് ഗുണഭോക്താവ് എന്നിവരെ പൊന്നാട അണിയിച്ചും മൊമാൻറ്റോ നൽകിയും സമ്മാനങ്ങൾ നൽകിയും ആദരിച്ചു. വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സായിരുന്നു ഇത്. കർഷകരും കർഷക തൊഴിലാളികളും ക്ഷീര കർഷകരും അടക്കം എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. മലമ്പുഴ ഗ്രാമപഞ്ചായത്തും മലമ്പുഴ കൃഷിഭവനും തങ്ങളെ ആദരിച്ചത് വളരെ അഭിമാനകരമാണെന്ന് അവർ സമ്മേളനത്തിന് ശേഷം പറഞ്ഞു. എന്തായാലും ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ വളരെ ശുഭകരമാണെന്നും സന്തോഷപ്രദമാണെന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നു. കർഷകരെ ആദരിക്കാൻ അവരുടെ അധ്വാനത്തെ നമ്മൾ ഓർക്കാനുമാണ് ഇനി കർഷകരെ ആദരിക്കുന്നത്. നമ്മുടെ മലമ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനമായാലും വന്യ മൃഗങ്ങളുടെ ശല്യമായാലും രാസവള വർധനവ്, അതുപോലെ ഉത്പാദനങ്ങളുടെ വിലവർധനവ് എന്നിങ്ങനെ പല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതെങ്കിലും അതെല്ലാം കണക്കിലെടുക്കാതെ നമ്മുടെ കൃഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇന്ന് കർഷക സമൂഹം കടന്നു പോകുന്നത്. നമ്മുടെ നാടിന്റെ ഭക്ഷ്യസുരക്ഷ ആരുടെ കൈകളിലാണെന്ന് ചോദിച്ചാൽ അത് കർഷകരുടെ കൈകളിൽ തന്നെയാണ്. കർഷകരുടെ കയ്യിലാണ് നമ്മുടെ നാടിന്റെ ഭക്ഷ്യസുരക്ഷ എന്നും നിലനിൽക്കുന്നത്. പക്ഷേ ആ കർഷകരെ എത്രത്തോളം നമ്മുടെ നാട് അവരെ ആദരിക്കുന്നുണ്ട്, അവരെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് വളരെ കുറവാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം കർഷകരെ ആദരിക്കുവാനും അവരുടെ അധ്വാനത്തെ അംഗീകരിക്കുവാനുമുള്ള ഒരു അവസരം മാത്രമാണ് ചിങ്ങം 1 എന്ന് പറയുന്ന ഈ കർഷക ദിനത്തിലുള്ളത്. ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട്. സേവനത്തിൻ്റെ 28ാം വർഷം. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ, പാലക്കാട്. സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.